നാക്കുണ്ടെന്ന് പറഞ്ഞ് എന്തും പറയാൻ പറ്റും? എന്താ നാക്ക? ഞാൻ അവരുടെ തീറ്റിപ്പോയിട്ട് നാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറയാമോ? എന്റെ നാവാന്ന് പറഞ്ഞ് എന്ത് പറയാമോ? നോ. അപ്പൊ നമ്മൾ പറഞ്ഞത് കോപം ഒരു വികാരമാണ് അല്ലേ? മനുഷ്യന്റെ ഒരു വികാരമാണ്. കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മനസ്സിലാക്കിക്കോണം. ആമേൻ. ഹല്ലേലൂയ. ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണമെന്നല്ല അർത്ഥം. കോപം പറഞ്ഞ് തീർക്കണം അല്ലേ? കോപം വിട്ട് കളയും. അത് കഴിഞ്ഞിട്ട് വെച്ചോണ്ടിരുന്നാലോ പാപമാകും. വചനത്തിന്റെ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ വചനത്തിന്റെ വ്യവസ്ഥയുടെ അനുഭവം വിട്ട് മാറുമ്പോ മറ്റേ പുള്ളി അപ്പുറത്ത് നിൽക്കുക കയറാനായിട്ട്. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിന്റെ വ്യവസ്ഥ വരെ അവൻ നോക്കും. ഏറ്റു പറയുന്നുണ്ട് ഇല്ലെന്നുള്ളു. ഇല്ലെങ്കിൽ അവന്റെ വഴി ആര് വെട്ടി? എന്റെ കൂട്ടത്തിൽ വാ. ആര് വെട്ടി വഴി? നമ്മൾ വെട്ടി. വെട്ടിയ വഴിയിലൂടെ ആര് കയറി വരും? ആമേൻ. ഹല്ലേലൂയ. വെട്ടിയ വഴിയിലൂടെ അവൻ കയറി വരും. എന്നെ നാശിപ്പിക്കും. എന്തിനാ? എന്നെ ഗുണപ്പെടുത്താൻ വരുന്നതല്ല. അവൻ അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അവൻ കയറി വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് ഹിതമില്ലാത്ത എല്ലാ വഴികളും യേശുവിന്റെ നാമത്തിൽ കൊണ്ട് പറയണം. ഷാജിന് ഞാനായി വെട്ടിക്കൊടുത്ത വഴികളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അടയ്ക്കുകയാണ്. അടയ്ക്കുക മാത്രമല്ല, ക്രമപ്പെടേണ്ടതിന് ക്രമപ്പെട്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷമ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിടുതലിന്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറയപ്പെടുന്നത് അവൻ വന്നുപോയ തെറ്റിനെ ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ട പ്രവൃത്തി, നമുക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയാം. വിട്ടുകളയാത്തിടത്തോളം കാലം അവരുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സംഭവിക്കപ്പെടുന്നത് എന്താ? പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തിടത്തോളം കാലം നമ്മൾ വീണ്ടും ഘോഷിക്കുക. ശരീരം ഉണങ്ങുന്നുള്ളതല്ലാതെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഉണ്ടാകത്തില്ല. പിന്നെ ചില ആളുകളുണ്ട് ദൈവഹിതമില്ലാത്ത ഉപവാസം. അമ്മാമയെ അച്ഛനെ പേടി കിടക്കാൻ കൊണ്ട് കിട്ടണം. സ്തോത്രം. ഹല്ലേലൂയ. എതിർ പ്രാർത്ഥന പേടിക്കുന്ന ആളുകൾ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹല്ലേലൂയ, ബിരിയാണി നശിക്കണേ 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 എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുമോ സിസ്റ്ററെ? കേൾക്കുമോ? എന്താ കേൾക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതൊക്കെ അബദ്ധധാരണകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചില ആളുകളുടെ ഒരു ചിന്തയുടെ ഒരു കുത്തതയൊക്കെ അവര് മാത്രം പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യം നടക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കുറെ കൂടെ ദൈവങ്ങൾ ഗ്രഹിക്കണം കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് ഓടി വരട്ടെ. ഹല്ലേലൂയ. യഹോവയ്ക്ക് അനിഷ്ടമായി ഇസ്രായേൽ മക്കൾ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യാനല്ല വിളിച്ചത്. ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് നോക്കി അത് ചെയ്യാനോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ചോദിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം മുന്നേ ഒരു കന്യാസ്ത്രീയുടെ സാക്ഷ്യം കേട്ടു. ചെറിയൊരു വിഷയം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. കടയിൽ ചെന്നിട്ട് പുള്ളിക്കാരത്ത് ഇങ്ങനെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം, ഞാൻ ഏത് സോപ്പാണ് ഇരിക്കുന്നത്. അവരുടെ ഡെഡിക്കേഷനാണ്. ഏത് സോപ്പ് എന്റെ ഇഷ്ടമല്ല, ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഒരാളുടെ ആകണം, എന്റെ കർത്താവിൻ്റെതാകണം. ആമേൻ. ഒരു പുള്ളിക്കാരത്ത് പറയാണ്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നല്ല ഒന്നാമത്തെ ഒരു ആശാരിച്ചേർക്കൻ്റെ കൂടെ ഞാൻ ഇറങ്ങി പോകുന്നു. ഏത് ആശാരിച്ചേർക്കൻ? മനസ്സിലായോ? നമ്മള് എത്ര വർഷമായി നമ്മൾ ഈ ചെറുക്കൻ്റെ അവിടെ ഇറങ്ങി തിരിച്ചിട്ട്. ഞാൻ മേലെ എപ്പോഴെങ്കിലും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്ക് അനിഷ്ടമായിരിച്ചു. ഹല്ലേലൂയ. അവൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യഹോവയ്ക്ക് അനിഷ്ടമായി കൈകൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് പകൽ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ സോറി ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ കൈ ക്രൂശിക്കണം. ഈ കൈ കൊണ്ട് നീ അനിഷ്ടമായി ചെയ്യുമ്പോ നീ ആയിട്ട് അവന്റെ കൈക്കിട്ട് വീണ്ടും ആണി ഹല്ലേലൂയ. യോഗ്യമല്ലാത്തടത്ത് ഈ കാല് കൊണ്ട് പോകുമ്പോൾ
എന്റെ യേശുവിനെ കാലിൽ വീണ്ടും അവൻ ആണിയടിക്കുകയാണ്. യോഗ്യമല്ലാത്ത നീ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ അവൻ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുകയാണ്. ഹല്ലേലൂയ. മറക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശീകരിക്കുന്നവരുടെ ഗണത്തിലായി ദൈവസഭയിലെ ദൈവമക്കൾ മാറാൻ ഇടവരരുത്. അപ്പോ ഒരു സോപ്പ് മേടിക്കണമെങ്കിൽ പോലും കർത്താവിനോട് ആലോചന ചോദിക്കുന്ന ആ കന്യാസ്ത്രീ എവിടെ നിൽക്കുന്നു? നമ്മൾ എവിടെ നിൽക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. അത് അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ സമർപ്പണമാണ്. ഇന്ന് നമുക്ക് എത്ര പേര് കാണുന്ന സമർപ്പണം സംസാരിക്കുന്നത്. യേശു കർത്താവ് എന്നോട് ചോദിക്കുക, മനുഷ്യരെ എന്നോടുള്ള ബന്ധത്തിൽ നിനക്ക് എത്രമാത്രം സമർപ്പണമുണ്ട്? ഹല്ലേലൂയ. നീ പലപ്പോഴും എന്നെ വിറ്റ് കളഞ്ഞവനല്ലേ? നീ പലപ്പോഴും എന്നെ തള്ളിക്കളഞ്ഞവനല്ലേ? നിന്റെ പ്രവൃത്തി എന്നെ വേദനിപ്പിച്ചിട്ടില്ലേ? അവനെ നിന്റെ സംസാരം എന്നെ വേദനിപ്പിച്ചിട്ടില്ലേ? നിന്റെ ഇടപാടിനെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടില്ലേ? നീ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ ഹല്ലേലൂയ എന്നെ നീ വീണ്ടും ക്രൂശീകരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്ക് അനിഷ്ടമായത് ഇസ്രായേൽ മക്കൾ ചെയ്തു. അനിഷ്ടമായത് ചെയ്തതിനെ അവൻ കർത്താവ് സ്നേഹം കൊണ്ടാണ് മടക്കി വരുത്താൻ കനാന്യ രാജാവായ യാബീന് അവൻ യഹോവയായ ദൈവത്തെ വിറ്റു കളഞ്ഞു. ആർക്ക് വിറ്റു കളഞ്ഞു? യാബീന് വിറ്റു കളഞ്ഞു. യാബീന്റെ സേനാപതിയാണ് അവൻ ആദ്യം പറഞ്ഞ ആരാണ്? സീസരെ. സ്തോത്രം. ഹല്ലേലൂയ. വിഷയത്തിലേക്ക് പോകുന്നില്ല. ഒറ്റ ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. യുദ്ധം നടക്കുകയാണ്. അവൻ എല്ലാവരും ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നിർത്തിയേക്കാം. ഹല്ലേലൂയ. യുദ്ധം നടക്കുക കേട്ടോ. അവൻ ഹല്ലേലൂയ. കാരണം ശത്രു വന്ന് കിടക്കുകയാണ്. അവൻ നീണ്ട വർഷങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പീഡിപ്പിക്കാൻ ശത്രു വന്ന് കിടക്കുമ്പോ അവൻ ചില ആളുകളോട് ഇവർ വിളിച്ചു പറഞ്ഞു, ആര്? അവൻ ലെബനോത്തിന്റെ ഭാര്യയായിരിക്കുന്ന അവൻ ദെബോര പറഞ്ഞു. ഹല്ലേലൂയ. അവൻ എല്ലാ ഗോത്രത്തിലേക്ക് ആളെ വിടുക. എന്നെ കേട്ടോണം, നല്ലപോലെ കേട്ടോണം. എല്ലാ ഗോത്രത്തിലേക്ക് ആളെ വിടുക. നമുക്കെതിരെ ശത്രു വന്ന് നിൽക്കുമ്പോ അവൻ ഗോത്രങ്ങൾക്ക് ആളെ വിട്ട് അവരെ വിളിക്കാൻ പറയും. അതിന്റെ കൊടുത്ത് പറയണം. ഇനി വായിച്ചു തരണം. ഹല്ലേലൂയ. അതിന്റെ 13ാമത്തെ വേളവാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. 5:13. പുറപ്പെട്ടു. കേട്ടോ, എന്നെ ശ്രദ്ധിച്ചേ. കുഴപ്പമില്ല. ഹല്ലേലൂയ. വലിയ യുദ്ധം. യാബീനും അവനെ സീസരയും വന്ന് ഇസ്രായേൽ മക്കളെ നിരോധിക്കാൻ വരുമ്പോ അവനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവരാശി ദൈവനിയോഗത്തോടെ പിന്നെ ബാരാക്കും ദെബോറയും ഒന്നിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ ദെബോറ ബാരാക്കിനോട് പറഞ്ഞു, പോയി അവൻ ഗോത്രങ്ങളോട് പറ, അവൻ ശത്രു വന്നു നിൽക്കുക, വരാൻ പറയാൻ പറഞ്ഞു. പക്ഷേ രൂപൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അവൻ ഒരു പെരുന്നാൾ നടക്കുക. അവൻ അവിടേക്ക് പോയി കുടലൂത്ത് കേൾക്കാൻ പോയി. ആര്? എന്റെ കൂട്ടത്തിൽ വരണം നിങ്ങൾ. സ്തോത്രമല്ലേലൂയ. ഇവിടെ ദൈവസഭ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോ ചിലര് മാറി നിന്ന് പല കാര്യങ്ങൾക്ക് പോകുമ്പോ അവന്റെ വേദപുസ്തകം പറയുന്നു, പ്രാണനെ തെളിച്ചൊരു ജനം അവൻ ദൈവസഭയെ വേർപെട്ട് നിൽക്കുക. ഇന്ന് പകത്തെ ആത്മനിറവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. അവൻ പെരുന്നാൾ കൂടാൻ പോയി. ആര്? അവൻ തന്റെ ജനം തന്റെ വാഗ്ദത്ത മണ്ണിലേക്ക് പ്രവേശിക്കപ്പെടുന്ന തടസ്സമായി അവൻ സകല ആളുകളും അവർക്കെതിരെ വന്ന് നിൽക്കുമ്പോ ആളെ വിട്ടിട്ട് പോലും രൂപൻ പ്രാർത്ഥനയ്ക്ക് വന്നില്ല. നിങ്ങൾ എന്താ വിചാരിച്ചേ? വെള്ളിയാഴ്ച 2-3 പേര് നമ്മൾ വരുന്നത് അവനെ വേറെ പണിയൊന്നുമില്ല. അല്ല, പ്രാണനെ തെളിച്ചതുപോലെ ഒരു ജനം ഇവിടെ വന്ന് നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട്. ഇത് പറഞ്ഞ് പൂർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. രൂപൻ അനങ്ങാതെ അവൻ ഇത് കേട്ടിട്ട് ഈ ഭാവം പോലും കാണിക്കുന്നില്ല. അവനേറിയ കുഴലൂത്ത് കേൾക്കാൻ പോയി സന്തോഷിക്കുക. ആരോട് വായിക്കാൻ വന്നിപ്പെട്ടത് വായിച്ചാൽ വിചാരിക്കുക പോണോ, യോഗത്തിന് പോണോ? അത് ഞങ്ങൾക്കുള്ള പരിപാടിയാണ്. ഇത് ആർക്കുള്ളതാ? ഉപദേശിക്കും കുറച്ച് അമ്മാമ്മമാർക്കും അത്യാവശ്യം പണിയില്ലാത്ത സഹോദരന്മാർക്കുള്ള പരിപാടിയാണ്. അങ്ങനെ ഇരിക്കട്ടെ, വായിച്ചു പെട്ടെന്ന്. ഗിലെയാദ് എവിടെ കിടക്കുകയാണ്?
അവനും ആള് വിട്ടതാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവര് പറഞ്ഞു ബാക്കി കാര്യങ്ങൾക്കെല്ലാം പൈസ വേണം, അതൊക്കെ തന്നേക്കാം, പക്ഷേ യോഗത്തിന് ഇപ്പൊ ഞങ്ങൾ വരികയില്ല, യുദ്ധത്തിന് ഞങ്ങൾ നീതില്ല വരിക. വായിച്ചപ്പെട്ട വായിച്ചു. അവൻ ഭയങ്കര ബിസിനസ്സുകാരനായിട്ട് അവിടെ നിൽക്കുക. ആര്? ഒറ്റ യോഗത്തിന് പോലും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഞായറാഴ്ച പ്രസംഗിക്കണമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ബിനുവിനെ അവൻ ആലുവായി യോഗമുണ്ടായിട്ട്, ആലുവായി ഒരു ഹോട്ടലിൽ അവൻ ജോലിക്ക് വേണ്ടി വിളിച്ചിട്ട് നീ വല്ലാത്ത വിഷമം തോന്നി വിട്ടുകൊടുക്കാനായിട്ട് പോയാ ശത്രു അപകരിച്ചുകൊണ്ട് പോകും. സാറിനോട് പറഞ്ഞു അച്ഛാൻ ഹൃദയമല്ലായിരുന്നു, പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞായറാഴ്ചത്തെ ജോലി ഒഴിവാക്കി കിട്ടുന്ന ഒരു അവനുള്ള ജോലി മേഖല തനിക്ക് വേണ്ടി ലഭിക്കപ്പെടണം. അതിനുള്ള വഴികളൊക്കെ ദൈവം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ സത്യത്തോടെ സന്തോഷത്തോടെ പറയുക, നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം പരാജയപ്പെടുത്തുന്നില്ല. യേശുവിന്റെ രക്തത്താൽ ജയപ്പെടുത്തുകയോ. ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി ദൈവം എന്താ ചെയ്യുന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 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 ജിജോമനോട് പറഞ്ഞു, ജിജോമനെ പോകുന്നത് കൊള്ളാം, പക്ഷേ ഞായറാഴ്ചത്തെ ആരാധന മുടക്കി ഒരു കാര്യം പിടിക്കരുത്. ഇല്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതല്ല, ഞായറാഴ്ച വരികയെന്നാ പറഞ്ഞു. അന്നോട് ഉണ്ടോ പറയാനായിട്ട്? ചവിട്ടിക്കോന്ന് പറഞ്ഞ് മുതുക് കാണിച്ചു കൊടുക്കുന്നതല്ല വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. നിനക്ക് പറയാനുള്ളത് തന്റെ അടുത്തോടെ പറയണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ യോഗം നടക്കിയ പരിപാടികൾ ഞായറാഴ്ച യോഗം മുടക്കിയ ഒരു പരിപാടിയിൽ നിന്ന് സാക്ഷി കഴിഞ്ഞ് പലരും ഇന്ന് അവൻ യോഗം മുടക്കിയ പല കാര്യങ്ങളും ചെയ്യാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇത് പറയാൻ കാരണം സഭ എന്ന് പറയപ്പെടുന്ന ദൈവത്തിന്. ആമേൻ. ഹല്ലേലൂയ. പുതുപ്പടി 12 മണിക്കൂർ പ്രാർത്ഥന എല്ലാ മാസ അവസാനത്തെ ഞായറാഴ്ച രാവിലെ 8 തുടങ്ങി വൈകിട്ട് 8 മണി ആവുമ്പോഴേക്കും ആരാധനയും കണ്ടിന്യൂസ് പ്രയറുകളാണ്. അപ്പോഴത്തേക്ക് ഹല്ലേലൂയ ഒരു സഹോദരി, ഞാൻ പറഞ്ഞപ്പോഴും തോന്നുന്നു, സഹോദരി പറഞ്ഞു അവൾ അവൻ ആരാധന കഴിഞ്ഞ ഉടനെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മുടി ചെയ്യുമ്പോൾ വായിനകത്ത് ചീപ്പെടുത്ത് ഞാൻ ഭക്ഷണങ്ങൾ വേണ്ടി പോകും. നമ്മൾ ഇരിക്കുന്നില്ല പ്രാർത്ഥന ഇല്ല. പക്ഷേ നമ്മൾ നിനക്ക് ജോലി എന്ന് കർത്താവോ അവരുടെ ആലയത്തിനകത്ത് നിന്നാണോ അത് പോട്ടെ ഭാഷ. ഇപ്പോൾ അവിടെ അഹങ്കാരം ഹല്ലേലൂയ. വീട്ടിൽ ചെന്ന് കയറി അവർക്ക് ഒരു ഫോൺ കോൾ വന്നു, അവൻ്റെ രാഷ്ട്രീയ നാളത്തോട് ജോലിക്ക് വരണ്ട. എവിടെ നിന്നാ പറഞ്ഞേ? അവൻ ഇരിക്കുന്ന ഇരിപ്പിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പറയുന്ന ഓരോ വാക്കിനും അല്ല, ഏതൊരു വാക്കിനും നാം കണക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ചില സമയത്ത് ദൈവസ്മാര് പറഞ്ഞ അവൻ നടക്കും കേട്ടോ, സത്യം. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു ഹല്ലേലൂയ ഭാഷ ജോലി. ഞാൻ 6 മാസം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. 6 മാസം വരൾച്ച എന്റെ ഭാഷയെ എവിടെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു. സ്വത്രം. ഹല്ലേലൂയ. ഈ പണ്ടാരങ്ങൾ പറയാ അളയാണോ അണയാണോ, അണ പൊട്ടിയാലും അല്ലേ സ്വത്രം. ചില സമയത്ത് ദൈവസ്മാര് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കപ്പെട്ടു. കാരണം ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യം സ്വത്രം അല്ലേ. ആമേൻ. ഹല്ലേലൂയ. അതൊക്കെ ഞാൻ പറഞ്ഞാൽ ആര് പറയണം? സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 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 കുഴലൂത്തുകൾക്ക് അത് അടികെ എന്താ കേൾക്കാൻ പോയെന്ന് പറഞ്ഞേ? നീർച്ചാലുകൾക്ക് അത് അടികെ കുഴലൂത്തുകൾക്ക് പോയി. കിളിയാട് അപ്പുറത്ത് കിടക്കുന്നു. ദാനെ കച്ചവടക്കപ്പലുമായിട്ട് കിടക്കും. പുള്ളിക്ക് ബിസിനസ്സാണ്. ആശാര് സമുദ്രതീരം തന്നിരുന്നു. പുള്ളി ഇതൊക്കെ കേട്ടിട്ടും നെവർ മൈൻഡ്. ചിലരെ പറഞ്ഞിട്ട് യോഗത്തിന് വന്നിട്ട് കൈയടിക്കത്തില്ല അല്ലേ? ചിലരെ കൈയടി അല്ലേ? വേണമെയോ അല്ലേ? അതിന് ആ പരുവത്തിനൊക്കെ കൊണ്ട് ഇതിനൊക്കെ താളബോധം എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ? സ്തോത്രം. ശരിയല്ല? ഇവിടെ താൻ കച്ചവടക്കപ്പലിൽ കിടക്കുക, കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കാത്ത ആ മേഖലയിൽ 2 മേഖലയിൽ ഗോത്രക്കാർ. അതാ ഞാൻ നമ്മൾ വായിച്ചത്. സെബൂലൂൻ എന്താണാക്കി? ആരും കൂടെ ഇല്ലേലും ഞങ്ങളുടെ പ്രാണനെ ഞങ്ങള് വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അവൻ ആരും കൂടെ ഇല്ലേലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ അവൻ നഫ്താലിൽ നിന്നും അതേ സ്തോത്രം. പിന്നെ വായിച്ചതാണ് സെബൂലൂനിൽ നിന്നും 10,000 പേര് വെച്ച് പടക്കളത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രാണനെ ത്യജിച്ചിട്ട് സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം
അർത്ഥം എന്തായിരിക്കും? എന്തായിരിക്കും? അനുശിഷ്ട പ്രാണനെ ത്യജിച്ച ജനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ജീവൻ പൊക്കോട്ടെ, ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, ഞങ്ങളുടെ ജനത്തിനൊരു ജയം വേണം. കൊണ്ടുവന്ന് എങ്ങനെ നിർത്താം? പ്രാണനെ ഞാൻ ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തുവച്ചിരിക്കുന്നു. ആത്മാവ് പട്ടണത്തോട് സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എന്താ അവൻ എനിക്ക് വേണ്ടി സംഭവിക്കപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല. എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ സാക്ഷീകരിക്കാൻ കഴിയും? എനിക്ക് പറയാൻ കഴിയുമോ? കർത്താവിന്റെ ദാസന് പറയാൻ കഴിയുമോ? എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രാണനെ ത്യജിച്ച ജനം, അവൻ പ്രാണൻ പോയാൽ സാരമില്ല, എന്റെ ജനം രക്ഷപ്പെട്ട മതി. അവൻ യാവീന്റെ അടിമത്തം തീർന്നാൽ മതി. അവൻ ശിഷ്യരുടെ ഈ പ്രശ്നം, ഈ ബന്ധനം അഴിഞ്ഞാൽ മതി. അതിന് എന്റെ പ്രാണൻ പോയാലും സാരമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ജനമുണ്ട് കേട്ടോ. അവൻ പ്രാണനെ പച്ചവെള്ളം പോലെ തൂങ്ങിക്കളഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരും ആന്റിമാരും സഹോദരങ്ങളും നമ്മുടെ ദൈവസഭയ്ക്കകത്തുണ്ട്. അതാ നമ്മുടെ ദൈവസഭ നിലനിൽക്കാൻ കാരണം, ചില കുടുംബങ്ങൾ നിലനിൽക്കാൻ കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവൻ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലേ? ഷുഗർ കയറുന്ന ആളുകളുണ്ട്. അവന് ഞാൻ എന്ത് പറയട്ടെ? ഹല്ലേലൂയ. ആ ഷുഗർ കയറിയാലും സാരമില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടിയാൽ മതി. പ്രാർത്ഥനയെ ഹല്ലേലൂയ. കൃത്യം അവൻ 2 മണിക്ക് ഇന്ന സ്ഥലത്ത് ചെല്ലണം. അവൻ ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കണം. സമയം പോയാലും സാരമില്ല. അതാ പ്രാണനെ ത്യജിച്ച ജനം. എനിക്കെതിരെ വാഴപോലെ ആളുകൾ നിൽപ്പുണ്ട്. അതിനു മുമ്പ് എനിക്ക് ചെല്ലണം. പക്ഷേ അവന് പറഞ്ഞാലും സാരമില്ല. അവൻ അതാ പ്രാണനെ ത്യജിച്ച ജനം. നമ്മുടെ പ്രാണൻ പൊക്കോട്ടെ, പക്ഷേ യാവീന്റെ ബന്ധനം അഴിഞ്ഞേ പറ്റത്തുള്ളൂ. ശിഷ്യരുടെ ബന്ധനം അഴിഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്നും ചെയ്തില്ല. ഒരു പാട്ടുപാടി ആരാധിച്ച സമയത്ത് അവനല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാർ യാവീന് നേരെ, സീസരയ്ക്ക് നേരെ ഇറങ്ങി വന്നു. കുതിരക്കുളമ്പുകൾ ദൂതന്മാർ കട്ടണം ചെയ്യാൻ തുടങ്ങി. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു പാട്ടുപാടി ആരാധിച്ചാലുണ്ടല്ലോ അടിയാത്തൊരു ബന്ധനങ്ങളും ഇല്ലെന്നാ പറഞ്ഞത്. നമ്മുടെ കുടുംബങ്ങൾക്ക് പാട്ടുകൾ ഉയരട്ടെ, നമ്മുടെ സഭയ്ക്കകത്ത് ആരാധന ഉയരട്ടെ, നമ്മുടെ വീട്ടിലകത്ത് ദൈവത്തിന്റെ സ്തോത്രയാഗം ഉയരട്ടെ. കുതിരക്കുളമ്പുകൾ കട്ടണം ചെയ്യുവാന് അവൻ ദൈവത്തിന്റെ ദൂതന്മാർ കട്ടണം ചെയ്ത സമയത്ത് അവൻ സീസരോടെ പിടിവിട്ടു. അവൻ ഓടിച്ച് നാല് പറയുന്ന പോലെ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരൻ കൂടാരത്തിനകത്ത് കയറി. അവൻ എല്ലാവരും പാലോട് ചുടങ്ങി കിടക്കുമ്പോൾ ആ സഹോദരൻ ചുറ്റിക എടുത്തിട്ട് അവൻ ഒരു കമ്പെടുത്തിട്ട് ഞാൻ സീസരോടെ ചെന്നിക്കകത്തേക്ക് അടിച്ചിറക്കി വെച്ചു. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവൻ ദൈവാത്മന്റെ ദൂതാകത്. നിനക്ക് ലഭിക്കപ്പെടേണ്ട വിജയം മറ്റൊരാൾ കൊണ്ടുപോകാൻ ഇടവരുന്നത്. കൊണ്ടുപോയോ? ബാരാക്ക് കൊയ്തെടുക്കേണ്ട വിജയം ആര് കൊണ്ടുപോയി? ഒന്നും അറിയാത്ത യായേർ കൊണ്ടുപോയി. നിനക്ക് ദൈവം ജയം തരുന്ന ധൈര്യത്തോടെ പോകാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, നീ കൂടെ വരാക്കി പോകാൻ. ആരും കൂടെ ഇറങ്ങിക്കോണം കേട്ടോ. ഒരു കൂട്ടുവിശ്വാസം കൂടെ പ്രാർത്ഥനയ്ക്ക് പോകണം. ജയമാർക്ക് പോയി, യായേറിന് പോയി. അത് കിട്ടേണ്ടതായിരുന്നു. അവനെ ബാരാക്കിന് കിട്ടേണ്ട ജയമാണ്. പക്ഷെ അത് യായേറിന് പോയി. നോ പറയരുത് കേട്ടോ. യെസ് ഐ ആം റെഡി എന്ന് പറയണം. അമേൻ. എന്റെ ഉള്ളം നിറയുകയാണ്. ഓ, നമുക്ക് ചില ജയം തരാം. പ്രാണനെ ത്യജിച്ചു. അവനെ നഫ്താലി പോർക്കളമെടുകളിൽ തന്നെ ജയം കാണാൻ അവർ മടങ്ങില്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രാർത്ഥിക്കാം.